RJ ബാലാജിയും രത്നകുമാറും അശ്വിനും രാഹുൽ രാജും ഗോപികൃഷ്ണനും കരൺ അരവിന്ദ് കുമാറും ചേർന്നെഴുതി RJ ബാലാജി സംവിധാനം ചെയ്ത് സൂര്യ പ്രധാന വേഷത്തിലെത്തിയ ചലച്ചിത്രം കറുപ്പ്. ഏറെ രസകരമായ ഈ തമിഴ് ഫാന്റസി ആക്ഷൻ ഫിലിമിന്റെ കഥ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയെ ആരംഭിക്കുന്നത് ബിനു എന്ന പെൺകുട്ടിയെയും അവളുടെ അച്ഛൻ മട്ടാഞ്ചേരി സുകുമാരനെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അവരിരുവരും ചെന്നൈയിലേക്കുള്ള യാത്രയിലായിരുന്നു. പോകുന്ന വഴിയിൽ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേഷനിൽ അവരിറങ്ങി. പിന്നീട് ഓട്ടോ പിടിച്ച് പോവാൻ നോക്കുമ്പോ കള്ളന്മാരുടെ ഒരു സംഘം അവരെ ആക്രമിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തട്ടിപ്പറിച്ച് അതും കവർന്ന് അവർ അവിടെ നിന്നോടി. നിസ്സഹായനായ സുകുമാരൻ എന്ന മനുഷ്യൻ ആ കള്ളന്മാർക്ക് പിന്നാലെ ഓടിയെങ്കിലും കള്ളന്മാരെ പിടികൂടാനോ ബാഗ് വീണ്ടെടുക്കാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഒടുവിൽ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. സ്റ്റേഷനിലെത്തി കംപ്ലൈന്റ് കൊടുത്തു. തന്റെ മകളുടെ കഴുത്തിൽ കിടന്ന ചെയിനും ബാഗിലുണ്ടായിരുന്ന 60 പവൻ സ്വർണവുമാണ് മോഷണം പോയത് എന്ന് സുകുമാരൻ സ്റ്റേഷനിൽ വന്നു പറഞ്ഞു. അത് കേട്ടതും പോലീസുകാരൻ ഞെട്ടിപ്പോയി. 60 പവൻ സ്വർണമൊക്കെ ആരെങ്കിലും കയ്യിൽ കൊണ്ട് നടക്കുമോ? നിങ്ങൾക്കെന്താ വട്ടായിരുന്നോ എന്നുള്ള നിലയിലായിരുന്നു പോലീസുകാർ ചോദിച്ചത്. അപ്പോഴാണ് സുകുമാരൻ ഒരു കാര്യം വ്യക്തമാക്കിയത്. യാഥാർത്ഥ്യത്തിൽ അവർ ചെന്നൈയിലേക്ക് വന്നത് ബിനുവിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. ബിനുവിന് ലിവർ ഫെയിലിയർ ആയിരിക്കുന്നു. എത്രയും വേഗം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. സർജറിക്ക് 25 മുതൽ 30 ലക്ഷം രൂപ വരെ ചിലവുണ്ട്. അതിനുവേണ്ടിയാണ് സ്വർണവുമായി ബിനുവും പിതാവും ചെന്നൈയിലേക്ക് വന്നത്. ആ സ്വർണം വിറ്റിട്ട് വേണമായിരുന്നു ബിനുവിന്റെ ഓപ്പറേഷൻ നടത്താൻ. അലസത നിറഞ്ഞ ഭാവത്തിലായിരുന്നു പോലീസുകാരുടെ പെരുമാറ്റമൊക്കെ. എന്നിരുന്നാലും അവർ കേസെടുത്തു. അടുത്ത ദിവസം കുറച്ച് മോഷ്ടാക്കളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഇവരിൽ ആരാണ് നിങ്ങളുടെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയത് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞ് ബിനുവിനെയും സുകുമാരനെയും കൂടി പോലീസ് അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. പക്ഷേ വന്നവരൊക്കെ മുഖംമൂടി ധരിച്ചിരുന്നതുകൊണ്ട് മോഷ്ടാക്കളെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ കൂട്ടത്തിൽ 2 പേർ പോലീസ് ഒരുപാട് തല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് കരൺ അവരോട് അപേക്ഷിച്ചു. തങ്ങളെ വെറുതെ വിടാൻ പറഞ്ഞു. ഒടുവില് പോലീസ് കേസ് തെളിയിച്ചപ്പോഴോ ആ സ്വർണം മോഷ്ടിച്ചത് തന്നെ ആ 2 പേരായിരുന്നു. പക്ഷേ തിരിച്ചു കിട്ടിയതിൽ 45 പവൻ സ്വർണമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും 15 പവന്റെ സ്വർണം കാണാനില്ല എന്നും സുകുമാരൻ തിരിച്ചറിഞ്ഞു. സുകുമാരൻ അതിനെപ്പറ്റി ഇൻസ്പെക്ടറോട് ചോദിച്ചപ്പോ ഇൻസ്പെക്ടർ ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. കള്ളന്മാര് സ്വർണം മോഷിച്ച വെറുതെ ഇരിക്കോ? അവരതുകൊണ്ട് എൻജോയ് ചെയ്തു ശരിയല്ലേടാ എന്ന മട്ടിൽ ഇൻസ്പെക്ടർ കള്ളന്മാരോട് ചോദിച്ചു. കള്ളന്മാരൻ തലകുലുക്കി. കിട്ടിയതെങ്കിലും കിട്ടി, അതുകൊണ്ട് പോവാമെന്ന് കരുതി സുകുമാരൻ സ്വർണം എടുക്കാൻ തുടങ്ങിയപ്പോ കോൺസ്റ്റബിൾ അവരെ തടഞ്ഞു. സ്വർണം തിരികെ കിട്ടണമെങ്കിൽ കോടതിയിൽ പോകണമെന്നും റിട്ടേൺ ഓഫ് പ്രോപ്പർട്ടി ഫയൽ ചെയ്തേ കോടതിയിൽ നിന്ന് സ്വർണം വാങ്ങാൻ പറ്റൂ എന്നുമായിരുന്നു ആ കോൺസ്റ്റബിൾ പറഞ്ഞത്. പോരാത്തേന് സ്വർണം ഇത്ര വേഗം കണ്ടുപിടിച്ചതിന് എന്തെങ്കിലും ഒരു എമൗണ്ട് ഗൂഗിൾ പേ ചെയ്തേക്കൂ എന്ന് കൈക്കൂലി അയാൾ നൈസായി ചോദിക്കുകയും ചെയ്തു. കോൺസ്റ്റബിൾ തന്നെ ബേബി കണ്ണൻ എന്നൊരു വക്കീലുണ്ട്, നല്ല വക്കീലാ, അദ്ദേഹത്തെ പോയി കാണൂ എന്ന് പറഞ്ഞ് ബേബി കണ്ണന്റെ വിസിറ്റിംഗ് കാർഡും എടുത്തു കൊടുത്തു. അങ്ങനെ അവർ കോടതിയിലേക്ക് എത്തുന്നു. അന്ന് കോടതിയിൽ മറ്റൊരു കേസ് നടക്കുകയായിരുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സസ് ശങ്കറിന്റെ കേസാണ്. ശങ്കറിന്റെ വക്കീലായി കുറച്ചൊക്കെയും നീതിയോടെ പ്രവർത്തിക്കുന്ന പ്രീതി എന്നൊരു വക്കീലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതിഭാഗത്തിന്റെ വക്കീൽ ബേബി കണ്ണനാണ്. വൈകാതെ കേസിന്റെ വിശദാംശങ്ങൾ വ്യക്തമാകുന്നു. മിസ്റ്റർ ആൻഡ് മിസ്സസ് ശങ്കർ ചേർന്ന് അവരുടെ വസ്തു ജോൺ ബ്രദേഴ്സിന് ബിസ്ക്കറ്റ് ഫാക്ടറി നടത്താൻ വേണ്ടി കൊടുത്തു. ലീസിനാണ് കൊടുത്തത്. എന്നാൽ ലീസ് കാലാവധി കഴിഞ്ഞിട്ടും അവർ അവിടെ നിന്ന് മാറുന്നില്ല. ഫാക്ടറി കണ്ടിന്യൂ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു. തങ്ങളുടെ വസ്തു തിരികെ തരണം എന്നാവശ്യപ്പെട്ടാണ് അവർ ഇപ്പോൾ കോടതിയിലെത്തിയത്. ജോൺ ബ്രദേഴ്സ് ആണെങ്കിലോ ശങ്കർ തങ്ങളെ ആളെ വിട്ട് തല്ലിച്ചു എന്ന് പറഞ്ഞ കയ്യിലും തലയിലുമൊക്കെ കെട്ടുമായി വന്നു നിൽക്കുകയാണ്. പ്രീതി നല്ല രീതിയിൽ കേസ് വാദിച്ചു. തല്ലുകൊണ്ട് കയ്യിലൊക്കെ കെട്ടായിട്ട് വന്നിരിക്കുന്നത് മുഴുവൻ ഫേക്കാണെന്ന് അവൾ കോടതിക്ക് മുമ്പിൽ പ്രൂവ് ചെയ്തു. പക്ഷേ പ്രതിഭാഗം വക്കീലായി അവിടെ എത്തിയിരുന്ന ബേബി കണ്ണൻ എന്റെ ആർഗ്യുമെന്റ്സ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജഡ്ജിക്ക് മുന്നിലേക്ക് കൊടുത്തു. 5-ാം നമ്പർ പേജിൽ തനിക്ക് പറയാനുള്ള മെയിൻ പോയിന്റ്സ് ഉണ്ടെന്നും ബേബി കണ്ണൻ എടുത്തു പറഞ്ഞു. പക്ഷേ ആ 5-ാമത്തെ പേജിൽ ജഡ്ജിയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളായിരുന്നു ബേബി കണ്ണൻ ചെയ്തു വെച്ചിരുന്നത്. ജഡ്ജിക്ക് ആവശ്യമുള്ളത് കൊടുക്കാമെന്ന വാഗ്ദാനം, കൈക്കൂലി. അതോടുകൂടി ബേബി കണ്ണന്റെ വാദമാണ് ശരിയെന്നും സ്റ്റോൺ ബ്രദേഴ്സ് നിരപരാധികളാണെന്നും ജഡ്ജ് ഉത്തരവിട്ടു. പ്രീതി പക്ഷേ അതിനെതിരെ കൗണ്ടർ ചെയ്തെങ്കിലും ജഡ്ജ് അത് കേൾക്കാനേ കൂട്ടാക്കിയില്ല. കോടതി മുഴുവൻ കറപ്ഷനിലൂടെ നടന്നു പോവുകയായിരുന്നു. നീതി കിട്ടേണ്ടത് മിസ്റ്റർ ആൻഡ് മിസ്സസ് ശങ്കറിനായിരുന്നെങ്കിൽ കൂടിയും കോടതി വിധിച്ചത് സ്റ്റോൺ ബ്രദേഴ്സിന് നഷ്ടപരിഹാരമായി 1 ലക്ഷം രൂപ കൊടുക്കണമെന്നും ആ ഒരു പ്രോപ്പർട്ടിയിൽ അനുവാദമില്ലാതെ അവർ പോകാൻ പാടില്ല എന്ന തരത്തിലുമായിരുന്നു. ബേബി കണ്ണന് കോടതിക്ക് മേൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. കൈക്കൂലിയിലൂടെയും മറ്റുമായി അയാളായിരുന്നു കോടതിയിലെ പ്രധാന കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ആ കോടതിയിലേക്കാണ് പാവമായ സുകുമാരനും മകൾ ബിനുവും എത്തിച്ചേരുന്നത്. കോടതിയിലേക്ക് കടക്കുന്ന ഭാഗത്ത് കറുപ്പസ്വാമിയുടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ വന്ന് കുറച്ചുപേരാണെങ്കിൽ
മുളകിടിക്കുകയും ആ മുളകിടിച്ചരച്ച ശേഷം അത് കറുപ്പുസ്വാമിയുടെ തലയിലും മുഖത്തുമായി പൊത്തുന്നതും സുകുമാരൻ ശ്രദ്ധിച്ചു. ഇതെന്താ ഇങ്ങനെ എന്ന തരത്തിൽ സുകുമാരൻ അന്വേഷിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന പൂജാരി പറഞ്ഞു, ഇത് കറുപ്പുസ്വാമിയുടെ അമ്പലമാണ്. ഇവിടെയുള്ളവരെ എല്ലാവരെയും കാത്തുരക്ഷിക്കുന്നത് ഈ കറുപ്പുസ്വാമിയാണ്. നീതി കിട്ടാത്തവർ കറുപ്പുസ്വാമിയുടെ അമ്പലത്തിൽ വന്ന് മുളകിടിച്ച് അരച്ച് കറുപ്പുസ്വാമിയുടെ മുഖത്ത് തേക്കും. അങ്ങനെ ചെയ്താൽ നീതി കിട്ടും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അതാണ് ആചാരം. പൂജാരി പറഞ്ഞു. വേട്ടൈ കറുപ്പ് എന്നാണ് ആ DTയുടെ പേര്. സെവൻസ്വെൽ എന്ന ആ പ്രദേശത്തിന്റെ കാവൽ ദൈവമാണ് വേട്ടൈ കറുപ്പ്. എല്ലസ്വാമി എന്നും വേട്ടൈ കറുപ്പ് അറിയപ്പെടാറുണ്ട്. എല്ലാം കേട്ട ശേഷം സുകുമാരൻ നേരെ കോടതിയിലേക്ക് ചെന്നു. ബേബി കണ്ണനെ കണ്ടു. എത്രയും വേഗം സ്വർണം ഞാൻ വാങ്ങിത്തരും, എന്നെ വിശ്വസിക്കാം എന്ന് ബേബി കണ്ണൻ പറഞ്ഞു. സുകുമാരനും മകളായ ബിനുവും അത് വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ കേസ് കോടതിയിലെത്തി. പക്ഷേ ആ ദിവസം ഇതുമായി ബന്ധപ്പെട്ട പോലീസുകാർ ഹാജരാകണമായിരുന്നു. പക്ഷേ പോലീസ് ഹാജരായില്ല. ജഡ്ജതോടെ സുകുമാരന്റെ കേസ് അടുത്ത മാസം 21-ാം തീയതിയിലേക്ക് മാറ്റി. അടുത്ത മാസം കേസുള്ളതുകൊണ്ട് സുകുമാരനും മകളും അവിടെ ഒരു ലോഡ്ജ് എടുത്ത് താമസിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അടുത്ത മാസം 21 രാവിലെ തന്നെ അച്ഛനും മകളും കോടതിയിലെത്തി. പക്ഷെ അന്നും പോലീസ് ഹാജരായില്ല. വീണ്ടും കേസ് അടുത്ത മാസത്തേക്ക് നീട്ടിവെച്ചു. പക്ഷെ അന്നേ ദിവസം കോടതിയിലെത്തിയ സുകുമാരന്റെ കാശിനായിരുന്നു തന്ത്രപൂർവ്വം ബേബി കണ്ണനും ബേബി കണ്ണന്റെ ജൂനിയർ വക്കീലന്മാരും ബിരിയാണി അടക്കം ഫുഡും എല്ലാം കഴിക്കുന്നത്. മാത്രവുമല്ല വക്കീൽ ഫീസായി നല്ലൊരു എമൗണ്ട് ഗൂഗിൾ പേ ചെയ്ത് വാങ്ങുന്നുമുണ്ട്. ആ സമയത്താണ് സുകുമാരൻ തങ്ങളുടെ കൈവശം 60 പവൻ ഉണ്ടായിരുന്നെന്നും പക്ഷേ സ്റ്റേഷനിൽ നിന്നും 45 പവനെ തിരിച്ചു കിട്ടിയുള്ളൂ, 15 പവൻ കള്ളന്മാർ കൊണ്ടുപോയെന്ന പോലീസ് പറഞ്ഞത് എന്ന കാര്യവും ബേബി കണ്ണനോട് പറയുന്നത്. അത് പോലീസുകാർ മാറ്റിയതാണെന്നുള്ള കാര്യം ബേബി കണ്ണന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ബേബി കണ്ണൻ നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. എന്നാൽ പുതിയ പോലീസ് ഇൻസ്പെക്ടർ ഇതൊക്കെ ചോദിക്കാൻ നീയാരടാ എന്ന മട്ടിലായിരുന്നു സംസാരിച്ചത്. അതോടെ ബേബി കണ്ണന് നല്ല രീതിയിൽ ഈഗോ കയറി. തന്റെ കൂട്ടാളികളെയൊക്കെ ഫോൺ വിളിച്ച് സ്റ്റേഷന് മുമ്പിൽ വലിയൊരു ബഹളം തീർക്കാൻ ബേബി കണ്ണൻ വേണ്ട ഉത്തരവങ്ങ് കൊടുത്തു. ഇൻസ്പെക്ടർ 15 പവൻ അടിച്ചുമാറ്റി എന്ന തരത്തിൽ പുറത്തു വലുതായി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇൻസ്പെക്ടർ അതോടെ ആകപ്പെട്ടു. ഒടുവിൽ ബേബി കണ്ണനെ സംസാരിക്കാനായി വിളിച്ചു വരുത്തി. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണമെന്നും ഇൻസ്പെക്ടർ ആവശ്യപ്പെട്ടു. ഒടുവിൽ ആ 15 പവൻ എവിടെയെന്ന് ബേബി കണ്ണൻ ചോദിച്ചപ്പോ മാറ്റിവെച്ചിരുന്ന 15 പവൻ ഇൻസ്പെക്ടർ ബേബി കണ്ണന് കൊടുത്തു. എന്നാൽ ബേബി കണ്ണൻ ആകട്ടെ അതുകൊണ്ട് മടങ്ങിയില്ല. നിങ്ങളിത് ചെയ്തേം കൊണ്ട് അവർക്ക് കുറച്ച് നഷ്ടമൊക്കെ ഉണ്ടായില്ലേ, അതുകൊണ്ട് അതിനു പകരം നഷ്ടപരിഹാരം തരണം എന്ന് ബേബി കണ്ണൻ ഇൻസ്പെക്ടറിനോട് പറഞ്ഞു. അങ്ങനെ കുറച്ച് കൈക്കൂലിയൊക്കെ കിട്ടിയിരുന്ന ഒരു തുക ബേബി കണ്ണൻ അവർ കൈമാറി. പ്രശ്നം പരിഹരിക്കാൻ ആ കാശുമായി ബേബി കണ്ണൻ പുറത്തു വന്നു. അതിനു മുമ്പേ നെയ്സായ 15 പവൻ ബേബി കണ്ണൻ തന്റെ പോക്കറ്റിലിട്ടു. എന്നിട്ട് ബിനുവിനും സുകുമാരനും അടുക്കൽ പറഞ്ഞു, 15 പവൻ തിരികെ കിട്ടിയില്ല, അതാ കള്ളന്മാര് കൊണ്ടുപോയി. പക്ഷേ നഷ്ടപരിഹാരമായിട്ട് ഏകദേശം കുറച്ച് പണം കിട്ടിയിട്ടുണ്ട്, ഇത് മതിയല്ലോ എന്ന് പറഞ്ഞ് ബേബി കണ്ണൻ ആ പണം സുകുമാരന് കൊടുത്തു. പക്ഷേ തൊട്ടുപുറകെ ബേബി കണ്ണൻ വിളിച്ചിട്ട് പ്രശ്നമുണ്ടാക്കാൻ വന്ന കുറേയധികം ആളുകൾ അവിടെ ഉണ്ടല്ലോ, അവർക്കെന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ ബേബി കണ്ണൻ അവര് നിങ്ങൾക്ക് വേണ്ടി വന്നതല്ലേ എന്ന് തരത്തി പറഞ്ഞ് സുകുമാരന്റെ കയ്യിൽ നിന്നും കൊടുത്ത അതേ കാശ് തിരികെ വാങ്ങി നേരെ തന്റെ ജൂനിയറിന്റെ കയ്യിലേക്ക് കൊടുത്തു. അത് കൈക്കൂലിപ്പണമാണെന്നും നമ്മുടെ പൈസയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു ബേബി കണ്ണൻ അത് ചെയ്തത്. പാവം സുകുമാരനാകട്ടെ ബേബി കണ്ണനെ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് തുടർച്ചയായി കേസ് കോടതിയിൽ വിളിച്ചു. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ഹാജരായതേയില്ല. അങ്ങനെ കേസ് മുമ്പോട്ട് നീണ്ടുപോയിക്കൊണ്ടിരുന്നു. യാഥാർത്ഥ്യത്തിൽ ബേബി കണ്ണൻ തന്നെയായിരുന്നു തന്റെ സ്വാധീനം കൊണ്ട് പോലീസുകാരെ കോടതിയിലേക്ക് എത്താതിരുന്നത്. പോലീസിന് വേണ്ട കൈക്കൂലിയൊക്കെ ബേബി കണ്ണൻ കൊടുത്തു കഴിഞ്ഞിരുന്നു. ബേബി കണ്ണൻ പറയുമ്പോഴേ പോലീസ് കോടതിയിലെത്തു. അതുവരെ കേസ് വലിപ്പിച്ച് വേണ്ട വക്കീൽ ഫീസ് ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു ബേബി കണ്ണന്റെ ലക്ഷ്യം. ദിവസങ്ങൾ മുമ്പോട്ടേക്ക് അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ബിനുവിന്റെ ചികിത്സാ കാര്യം ആലോചിച്ച് സുകുമാരനാണെങ്കിൽ ആകെ ടെൻഷനിലുമാണ്. എത്രയും വേഗം ഓപ്പറേഷൻ നടത്തണം, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. ബിനു രക്തം ഛർദ്ദിച്ചു കഴിഞ്ഞാൽ പിന്നെയൊന്നും ചെയ്യാൻ കഴിയില്ല. സുകുമാരൻ കൂടുതൽ ടെൻഷനിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. ഓരോ ഹിയറിംഗും കടന്നുപോയി. പോലീസുകാർ വരുന്നില്ല, സ്വർണം കിട്ടുന്നില്ല. മാസങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. ബിനുവിനും ആകെ നിയന്ത്രണം വിട്ടു. ആകെ ടെൻഷനായി. വക്കീലന്മാർ അവരുടെ പണം കൊണ്ട് ഫുഡ് കഴിക്കും, ഫീസിനത്തിൽ നല്ലൊരു തുക അല്ലാതെയും വാങ്ങും. നാളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കെ വക്കീലന്മാരുടെ ചതി ബിനുവിനേറെക്കുറെ പിടികിട്ടാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും നിഷ്കളങ്കനായ സുകുമാരന് അതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്ത ഹിയറിംഗിന്റെ തലേന്ന് അടുത്ത ദിവസം എന്തായാലും സ്വർണം കിട്ടും, മോളുടെ ഓപ്പറേഷൻ നന്നായി നടക്കും എന്ന് സുകുമാരൻ പറഞ്ഞപ്പോ അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. അച്ഛനെന്താ കരുതിയത് നമുക്ക് നമ്മുടെ സ്വർണം തിരികെ കിട്ടുമെന്നോ? ഒരിക്കലും കിട്ടില്ല. അവർ നമ്മളിങ്ങനെ വലിച്ചിഴിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് കാശൊപ്പിക്കാൻ വേണ്ടി മാത്രമാ എന്ന് പറഞ്ഞ് നിരാശയിൽ ബിനു ദേഷ്യപ്പെട്ടു. ബിനുവിന് ആകെ മടുത്തിരുന്നു. എന്നാലും സുകുമാരൻ അപ്പോഴും മനസ്സിൽ അവസാന പ്രതീക്ഷ വെച്ചു.
അടുത്ത ദിവസം സുകുമാരൻ കോടതിയിലെത്തി. അന്ന് പോലീസും ഹാജരായിരുന്നു. എല്ലാ ഡോക്യുമെന്റ്സും റെഡിയായി. സ്വർണവും കോടതിയിലെത്തിയിരിക്കുകയാണ്. സുകുമാരന് വല്ലാതെ സന്തോഷം തോന്നി. അങ്ങനെ സുകുമാരന്റെ കേസെടുത്ത് വിധി പറയുന്ന സമയമായപ്പോ പെട്ടെന്നെന്തോ അത്യാവശ്യത്തിന് ജഡ്ജി ആ കേസ് മാറ്റിവെച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ അതൊക്കെയും അവരുടെ പ്ലാൻ തന്നെയായിരുന്നു. അത് കാണുന്ന സുകുമാരൻ നിയന്ത്രണം വിട്ട് സാറിന്റെ സ്വർണം തന്നിട്ട് എവിടെ വേണമെങ്കിലും പൊക്കോ എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. ജഡ്ജി സുകുമാരനെ രൂക്ഷമായി നോക്കി. പിന്നാലെ ബേബി കണ്ണനെയും ബേബി കണ്ണനോട് തന്റെ ചേംബറിലേക്ക് വരാൻ പറ എന്ന് പറഞ്ഞിട്ടായിരുന്നു ജഡ്ജ് അന്ന് അവിടുന്ന് പോയത്. സുകുമാരനെ വക്കീലും മറ്റുള്ളവരും ചേർന്ന് പിടിച്ച് പുറത്താക്കി. അന്ന് ബേബി കണ്ണന്റെ അടുക്കൽ നിന്നും അസിസ്റ്റന്റിന്റെ അടുക്കൽ നിന്നും സുകുമാരൻ ഒരുപാട് ചീത്ത കേട്ടു. നിങ്ങൾ കാരണം ഞാൻ ആ ജഡ്ജിക്ക് മുമ്പിൽ നാണം കെട്ടത് എന്ന് ബേബി കണ്ണൻ പറഞ്ഞപ്പോ, എത്ര നാളായി നിങ്ങൾ ഇങ്ങനെ കേസുമായി മുന്നോട്ട് പോകുന്നു? ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനും ബിരിയാണി തിന്നാനുമല്ലാതെ നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നുള്ള രീതിയിൽ നിയന്ത്രണം വിട്ട് സുകുമാരൻ സംസാരിച്ചു. അത് കേട്ടതും ബേബി കണ്ണന്റെ കൂട്ടാളിക്ക് ദേഷ്യം വരികയും അയാൾ കടന്നുവന്ന് സുകുമാരനെ തല്ലുകയും ചെയ്തു. ഇനി നിങ്ങൾ ആ സ്വർണം എങ്ങനെ വാങ്ങുന്നു ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ബേബി കണ്ണൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുക കൂടിയാണ് ചെയ്തത്. അതോടുകൂടി പാവം സുകുമാരൻ ആകെ മനസ്സ് തകർന്നു നിന്നുപോയി. അയാൾ കറുപ്പസ്വാമിയുടെ അമ്പലത്തിലേക്ക് വന്നു. കോടതിക്ക് തൊട്ടടുത്താണ് ആ അമ്പലമുള്ളത്. അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ സുകുമാരൻ പെട്ടെന്ന് മുമ്പ് സ്വാമി പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. ആ പൂജാരി പറഞ്ഞതോർത്തെ അയാൾ നേരെ കറുപ്പസ്വാമിയുടെ അടുത്തേക്ക് വന്നു. അവിടെ ഉണ്ടായിരുന്ന മുളകിടിക്കാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ടായിരുന്നു അയാൾ അത് ചെയ്തത്. ഹൃദയം നുറങ്ങുന്ന വേദനയിൽ മുളകെല്ലാം വാരി സുകുമാരൻ കറുപ്പസ്വാമിയുടെ വിഗ്രഹത്തിൽ പൊത്തി. എന്നിട്ട് ഹൃദയം നുറങ്ങുന്ന വേദനയോടെ പൊട്ടിക്കരഞ്ഞു. സുകുമാരന്റെ ഓരോ തുള്ളി കണ്ണുനീരും കറുപ്പസ്വാമിയുടെ വിഗ്രഹത്തിന് മുന്നിൽ വന്നു വീണു. കഥ അവിടെ നിന്നും ബേബി കണ്ണനിലേക്ക് തിരിയുന്നു. ബേബി കണ്ണൻ സ്റ്റോൺ ബ്രദേഴ്സിനെ സഹായിച്ചതുകൊണ്ട് തന്നെ സ്റ്റോൺ ബ്രദേഴ്സ് ബേബി കണ്ണന് വേണ്ടി ഒരു പാർട്ടി ഒരുക്കിയിരുന്നു. പാർട്ടിക്കിടെ അവർ കൂടുതൽ ലഹരി ഉപയോഗിച്ച് ബോധമില്ലാതെ നിൽക്കുകയാണ്. സമയം അവിടുത്തെ അന്തരീക്ഷം മാറിമറിഞ്ഞു. അങ്ങോട്ടേക്ക് കറുപ്പസ്വാമി പ്രത്യക്ഷപ്പെട്ടു. വല്ലാത്ത കോപത്തിലായിരുന്നു കറുപ്പസ്വാമി. അവിടെ ഉണ്ടായിരുന്ന ഏവരെയും അടിച്ച് നിലത്തിട്ട ശേഷം കറുപ്പസ്വാമി ബേബി കണ്ണന്റെ അടുത്തേക്കെത്തി. ബേബി കണ്ണനെ കറുപ്പസ്വാമി നരകം കാണിച്ചു. പക്ഷെ ലഹരിയിലായിരുന്ന ബേബി കണ്ണന് വന്നത് സ്വാമിയാണെന്നുള്ള കാര്യമൊന്നും അറിവുണ്ടായിരുന്നില്ല. എന്നാൽ കറുപ്പസ്വാമി തന്റെ യഥാർത്ഥ രൂപം ബേബി കണ്ണന് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് വന്നിരിക്കുന്നത് കറുപ്പസ്വാമിയാണ് എന്ന് ബേബി കണ്ണൻ തിരിച്ചറിയുന്നത്. മാത്രമല്ല ബേബി കണ്ണനെ തലകീഴായി തൂക്കിയിട്ടിരുന്ന കറുപ്പസ്വാമി ബേബി കണ്ണനെ തലകീഴായി തൂക്കിയിട്ട് അടിയിൽ തീക്കുണ്ടവും സൃഷ്ടിച്ചു. ചൂടടിച്ച് ബേബി കണ്ണൻ വല്ലാത്ത അവസ്ഥയിലായി. അതിനോടകം സുകുമാരന്റെ പ്രാർത്ഥനയിലൂടെയാണ് താനെത്തിയത് എന്ന സൂചന ബേബി കണ്ണന് കറുപ്പസ്വാമി നൽകിയിരുന്നു. അതോടെ ഭയന്ന ബേബി കണ്ണൻ സുകുമാരന്റെ സ്വർണം കൃത്യമായി വാങ്ങിക്കൊടുക്കാം എന്ന് കറുപ്പസ്വാമിയോട് പറഞ്ഞു. നേരായ വഴിയിൽ കൂടി വേണം സ്വർണം വാങ്ങിക്കൊടുക്കാൻ എന്ന് കറുപ്പസ്വാമി പറഞ്ഞതും അതൊരിക്കലും നടക്കില്ലെന്നും പലർക്കും കൈക്കൂലി കൊടുത്താലേ കേസ് ജയിക്കാൻ സാധിക്കൂ, അതല്ലാതെ അവിടെ ഒരു കാര്യവും നടക്കില്ല. ഇതുപോലെ കേസുകൾ വർഷങ്ങളായി പെൻഡിംഗ് ആയി കോടതിയിൽ കിടക്കുന്നുണ്ട് എന്നും ബേബി കണ്ണൻ പറഞ്ഞു. അതോടെ കറുപ്പസ്വാമി അവനെ ശിക്ഷിക്കാൻ തുനിഞ്ഞതും ബേബി കണ്ണൻ ദൈവത്തിന് മുമ്പിൽ ദൈവത്തിനെ തന്നെ വെല്ലുവിളിച്ചു. നീതി ദൈവമായ നിങ്ങൾ തന്നെ നീതി സംരക്ഷിക്കാത്തപ്പോ എന്നെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? അത് നീതികേടല്ലേ? ഞാൻ പറഞ്ഞ പോലെയാണ് കോടതിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങളല്ലേ നീതി ദൈവം? നിങ്ങൾ കോടതിയിൽ വാ, നേരായ മാർഗത്തിൽ സുകുമാരന് സ്വർണം വാങ്ങിക്കൊടുക്ക്, എന്നിട്ട് എനിക്ക് എന്തു ശിക്ഷ വേണമെങ്കിലും തന്നോ, അപ്പോ ഞാൻ എന്റെ വിധി സ്വീകരിച്ചോളാം. അല്ലാതെ എന്നോടത് ചെയ്യുന്നത് നീതികേടാണ്. ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടോ എന്ന മട്ടിൽ ബേബി കണ്ണൻ ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. കറുപ്പസ്വാമി ആ വെല്ലുവിളി ഏറ്റെടുത്തു. സുകുമാരന് നേരായ മാർഗത്തിൽ നീതി വാങ്ങിക്കൊടുക്കും എന്നായിരുന്നു കറുപ്പസ്വാമിയുടെ തീരുമാനം. അടുത്ത ദിവസം ശരവണൻ എന്ന പേരിൽ ഒരു വക്കീലായി മനുഷ്യരൂപത്തിൽ കറുപ്പസ്വാമി കോടതിയിലേക്ക് എത്തി. അവിടുള്ള ആർക്കും തന്നെ ശരവണനെ പരിചയമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ബേബി കണ്ണന് വന്നിരിക്കുന്നത് കറുപ്പസ്വാമിയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിരുന്നു. അങ്ങനെ സുകുമാരനും ബിനുവുമായി ശരവണൻ കോടതിയിലെത്തി. ആ സമയത്ത് ഒരുപാട് വക്കീലന്മാർ അവരുടെ പെറ്റീഷൻ കോടതിയിൽ കൊടുക്കാൻ ഉന്തും തള്ളും നടത്തി നിൽക്കുകയാണ്. ഇതിനിടയിൽ ഇതൊക്കെ കണ്ട് പകച്ചു നിൽക്കുകയായിരുന്ന ശരവണന്റെ അടുത്തേക്ക് ഒരു വക്കീൽ വന്നു. വാ നമുക്ക് പെറ്റീഷൻ കൊടുക്കാന്ന് പറഞ്ഞ് ശരവണന്റെ കയ്യെ പിടിച്ച് കൊണ്ടുപോയി. ഒരു ചേച്ചി അനുജനെ കൊണ്ടുപോകുന്ന പോലെയാണ് അവർ ശരവണനെ കൊണ്ടുപോയത്. ശരവണനും ഒരുപാട് സന്തോഷമായി. അങ്ങനെ പെറ്റീഷൻ കൊടുത്തു. ഒടുവിൽ കോർട്ട് ആരംഭിച്ചു. ആദ്യം വിളിക്കുന്നത് സുകുമാരന്റെ കേസായിരുന്നു. ശരവണൻ മുന്നോട്ട് വന്നു. താൻ മധുരൈ ബെഞ്ചിൽ നിന്നുള്ള വ്യക്തിയാണ് എന്ന രീതിയിലായിരുന്നു ശരവണൻ കോടതിക്ക് മുമ്പിൽ പറഞ്ഞത്. പക്ഷേ ഈ സമയം ഞങ്ങളാണ് സുകുമാരന്റെ ലോയേഴ്സ് എന്ന് പറഞ്ഞ് വേറെ 3 പെറ്റീഷൻ കൂടി കാണിച്ച് 3 പേർ കൂടി മുന്നിലേക്ക് വന്നു. അതിലൊരാൾ ശരവണനെ സഹായിച്ച അതേ സ്ത്രീ തന്നെയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അത് കണ്ട് ശരവണൻ ഞെട്ടി. അതോടെ നിങ്ങളിൽ ആരാണ് സുകുമാരന്റെ യഥാർത്ഥ വക്കീൽ എന്ന കാര്യത്തിൽ ആദ്യം തീരുമാനിക്ക് എന്ന് പറഞ്ഞ് ജഡ്ജി അടുത്ത മാസത്തേക്ക് കേസ് മാറ്റിവെച്ചു. ശരവണന് എന്താ ഈ നടക്കുന്നതെന്നും മനസ്സിലായതേയില്ല. കാരണം നല്ലവരാണെന്ന് കരുതി തന്നെ സഹായിച്ചവർ വരെ ഉപദ്രവിക്കുകയാണല്ലോ ചെയ്യുന്നത് എന്നായിരുന്നു ശരവണൻ നോക്കി കണ്ടത്.
അപ്പോഴാണ് ശരവണന്റെ അടുത്തേക്ക് പ്രീതി എത്തുന്നത്. പ്രീതി ശരവണനോട് പറഞ്ഞു, ഇവര് മൂന്നുപേരും ഇങ്ങനെ തന്നെയാ, പുതുതായി ഒരു വക്കീല് കോർട്ടിൽ വന്ന അവരിങ്ങനെ കോർട്ടില് റാഗ് ചെയ്യും, അതവരുടെ പതിവാ. ഇതേസമയം അവിടെ മറ്റൊരു പ്രശ്നവും അരങ്ങേറുന്നുണ്ടായിരുന്നു. ബേബി കണ്ണൻ ഒരു സ്ത്രീയുടെ ലൈംഗിക പീഡന കേസ് അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ അതിൽ പ്രതിഭാഗമായിട്ട് വരുന്നത് പിടിപാടുള്ള വ്യക്തികളും മിനിസ്റ്ററുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ബേബി കണ്ണൻ അവരുടെ വശത്തേക്ക് ചാഞ്ഞു കേസ് തള്ളിക്കൊണ്ടുപോവുകയാണ്. ആ ലേഡി ബേബി കണ്ണനിൽ നിന്ന് കേസ് വാങ്ങി മറ്റൊരു വക്കീലിനെ ഏൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും ബേബി കണ്ണൻ തന്റെ പവറും തന്റെ ഗുണ്ടകളായ ആളുകളെയും ഉപയോഗിച്ച് ഒക്കെ അടിച്ചൊതുക്കുകയായിരുന്നു ചെയ്തത്. ആ സ്ത്രീ ഇപ്പോൾ നിസ്സഹായിയായി നിൽക്കുകയാണ്. കറുപ്പുസ്വാമി അത് നോക്കിക്കണ്ടു. കറുപ്പുസ്വാമിയായ ശരവണനെ പ്രീതി പിന്നാലെ നേരത്തെ പെറ്റീഷൻ വെച്ച് ആ 3 പേരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ അടുക്കൽ ശരവണൻ അവരുടെ പെറ്റീഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ പണം കൊടുത്താലേ പിൻവലിക്കൂ എന്നായിരുന്നു അവർ പറഞ്ഞത്. ഒരു തരത്തിലും അവർ അടക്കുന്നേയുണ്ടായിരുന്നില്ല. അതോടെ കറുപ്പുസ്വാമിയായ ശരവണൻ തന്റെ പവർ ഉപയോഗിച്ചു ചുറ്റും നിശ്ചലമാക്കി ആരെയും മനങ്ങാത്ത അവസ്ഥയിലാക്കി. പ്രീതി അത് കണ്ട് ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. പ്രീതിയോട് ആ പെറ്റീഷൻസ് എടുത്ത് കീറിക്കളയാൻ വേണ്ടി ശരവണൻ ആവശ്യപ്പെട്ടു. പ്രീതി പറഞ്ഞത് ചെയ്തു. തന്റെ മുന്നിൽ വന്നിരിക്കുന്നത് സാക്ഷാൽ കറുപ്പുസ്വാമിയാണ് എന്ന് പ്രീതി തിരിച്ചറിഞ്ഞു. അവൾ തൊടുകയോടെ ദൈവത്തെ നോക്കി, ഞാനിതാരോടും പറയില്ലെന്നും പറഞ്ഞു. എനിക്കറിയാമെന്ന് പറഞ്ഞ് കറുപ്പുസ്വാമി പുറത്തേക്ക് നടന്നു. പക്ഷേ ഈ നടന്ന കാര്യങ്ങളൊക്കെ ജനലിലൂടെ ബേബി കണ്ണൻ കാണുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് വന്ന ശരവണനെ പിടിച്ചു നിർത്തി ബേബി കണ്ണൻ പറഞ്ഞു, നേരായ വഴിയിലൂടെ വേണം സ്വർണം വാങ്ങിക്കൊടുക്കാൻ എന്നല്ലേ നമ്മൾ പന്തയം വെച്ചത്. അതിൽ കൈക്കൂലി മാത്രമല്ല പവറും പെടും. കേസിൽ നിങ്ങളുടെ പവർ ഉപയോഗിക്കരുത്, അല്ലാതെ നീതിപൂർവം സത്യസന്ധമായ രീതിയിൽ സ്വർണം വാങ്ങിക്കൊടുക്ക്, സത്യം ചെയ്യ്. അത് പറഞ്ഞ് നിർബന്ധിച്ച ബേബി കണ്ണൻ കറുപ്പസ്വാമിയെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അതോടുകൂടി ഇനി തന്റെ പവർ യൂസ് ചെയ്യില്ല എന്ന് ശരവണനും തീരുമാനിച്ചു. അന്ന് കോടതിയിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് പ്രീതിയും അവരുടെ കൂടെ ജോയിൻ ചെയ്തിരുന്നു. പക്ഷെ മെട്രോയിൽ വെച്ചും ബേബി കണ്ണന്റെ ഗുണ്ടകളായിട്ടുള്ള വക്കീലന്മാരായ ആളുകൾ ശരവണനെ വിരട്ടാനെന്ന മട്ടിൽ അവിടെ എത്തി. പക്ഷെ ബിനു ശരവണന്റെ കയ്യിൽ പിടിച്ചിരുന്നതുകൊണ്ട് ശരവണൻ ഒന്നും ചെയ്തില്ല. ഒന്ന് വിരട്ടിയ ശേഷം അവർ അവിടുന്ന് പോയി. ബിനു എല്ലാം കൊണ്ടും ആകെ നിരാശയിലായി കഴിഞ്ഞിരുന്നു. അന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ബിനു പറഞ്ഞു, ഏകദേശം 3-3.5 ലക്ഷം രൂപയ്ക്ക് അവർ ഞങ്ങളെ കൊണ്ട് ആഹാരം കഴിച്ചു. ഈ സ്വർണം കിട്ടുമെന്നൊന്നും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല. പിന്നാലെ നടന്നൊരു കാര്യവും ബിനു ഓർത്തെടുത്തു. കള്ളന്മാരായ പയ്യന്മാർ ഓപ്പറേഷനുള്ള പണമാണ് എന്ന കാര്യം സുകുമാരൻ കരഞ്ഞു പറഞ്ഞപ്പോ പോലീസിനോട് അവർക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. സ്വർണം ആന്റിയുടെ വീട്ടിലാണ് ഉള്ളതെന്നും അത് തിരിച്ചെടുത്ത് കൊടുക്കണമെന്നും. കള്ളന്മാരായ ആ പയ്യന്മാർ കാണിച്ച മനസാക്ഷി പോലും കോടതിയോ പോലീസോ കാണിക്കുന്നില്ല എന്നാണ് ബിനു നിരാശയോടെ പറഞ്ഞത്. ഒക്കെ കേട്ടു നിന്നിരുന്ന ശരവണനും അതിലെ നീതികേട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അടുത്ത ഹിയറിംഗിൽ കോടതിയിൽ വെച്ച് ശരവണൻ തന്റെ വാദങ്ങൾ നിരത്തി. 4 മാസമായിട്ടും സ്വർണം വിട്ടുകൊടുക്കാത്തത് കോടതി ചെയ്യുന്ന നീതികേടാണ് എന്ന മട്ടിൽ ശരവണൻ വാദിച്ചപ്പോ ജഡ്ജി അത് കോർട്ടിനെയും തന്നെയും കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു നോക്കിക്കണ്ടത്. കോടതിയോട് മാന്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചതിന് ശരവണൻ മാപ്പ് പറയണം എന്ന് ജഡ്ജി പറഞ്ഞു. ജഡ്ജി തന്റെ ഈഗോയെ കൺട്രോൾ ചെയ്യാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഒടുവിൽ എല്ലാവർക്കും മുമ്പിൽ വെച്ച് അവർക്ക് സ്വർണം കിട്ടാൻ ശരവണൻ മാപ്പും പറഞ്ഞു. ആ സമയം പിന്നെയും ദേഷ്യം വന്നിരുന്ന ജഡ്ജി പറയുകയാണ്, ഈ സ്വർണം ആരാണോ മോഷ്ടിച്ചത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി വന്നതാണോ എന്നൊന്നും അറിയില്ല. സ്വർണവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സും ബില്ലും കാര്യങ്ങളും ഒക്കെ സബ്മിറ്റ് ചെയ്താലേ ഗോൾഡ് വിട്ടുതരാൻ പറ്റൂ എന്ന് ജഡ്ജി പറഞ്ഞു. ഇതിനിടയിൽ ബിനു സ്ലീവ്ലെസ് ഡ്രസ് ആയിരുന്നു ഇട്ടിരുന്നത്. അതിന്റെ പേരിൽ കോർട്ടിനൊരു ഡെക്കോറമുണ്ട്, ഇതാണോ കോർട്ടിന്റെ ഡ്രസ്സിംഗ് രീതി എന്നൊക്കെ പറഞ്ഞ് ബിനുവിനെ കുറ്റപ്പെടുത്തി. എല്ലാം കൊണ്ടും സഹകെട്ടിരുന്ന ബിനു ജഡ്ജിക്കെതിരെ ദേഷ്യപ്പെട്ടു. സാറിന് ഞാനിട്ട ഡ്രസ്സാണോ പ്രശ്നം? ഇവിടെ ഇത്രയും പ്രശ്നം നടന്നിട്ടും സാറിന് അതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലേ? എന്റെ ഡ്രസ്സ് സാറിന് കാണാം, അപ്പോ എന്റെ ഡ്രസ്സല്ല പ്രശ്നം, സാറിന്റെ കണ്ണ പ്രശ്നം. ദേഷ്യത്തിൽ ബിനു ഇത് പറഞ്ഞതും ജഡ്ജിക്ക് വീണ്ടും ഈഗോ ഹർട്ടായി. കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വിധിച്ച് ബിനുവിന് 1 ദിവസത്തെ തടവ് ശിക്ഷ ജഡ്ജി വിധിച്ചു. ബിനു ദുഃഖത്തിൽ അവിടുത്തെ സെല്ലിനുള്ളിലായി. പക്ഷേ അവളുടെ ആരോഗ്യം വല്ലാതെ മോശമാവുകയായിരുന്നു. ബിനു കുഴഞ്ഞു വീണു. ഒടുവിൽ ആശുപത്രിയിലേക്കും വേഗം മാറ്റി. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു, ബിനുവിന്റെ അവസ്ഥ വളരെ മോശമാണ്. ലിവർ 90% ഡാമേജ് ആയി കഴിഞ്ഞു. എത്രയും വേഗം സർജറി നടത്തണം, ഇല്ലെങ്കിൽ എന്തും സംഭവിക്കാം. പണം അറേഞ്ച് ചെയ്യാൻ സുകുമാരൻ നോക്കിയിട്ടും നടക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ശരവണനും പ്രീതിയും നേരിട്ട് ജഡ്ജിയെ പോയി കാണാനും സ്വർണം വീണ്ടെടുക്കാനും അവസാന ശ്രമം നടത്താൻ വേണ്ടി ചെന്നു. പക്ഷേ ജഡ്ജിയാകട്ടെ അവരോട് സംസാരിക്കാൻ പോലും കൂട്ടാകാതെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയായിരുന്നു ചെയ്തത്. ആ സമയം ജഡ്ജിയുടെ കൂടെ ബേബി കണ്ണനും ഉണ്ടായിരുന്നു. എന്തായാലും അടുത്ത ദിവസം ജഡ്ജി പറഞ്ഞ പോലെ കോടതിയിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ശരവണൻ ഹാജരാക്കി. ഒടുവിൽ സ്വർണം വിട്ടുകിട്ടും എന്ന ഉത്തരവും വന്നു. സുകുമാരൻ പോയി സ്വർണം വാങ്ങി പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് സുകുമാരൻ ഒരു കോൾ വന്നത്. കോളിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും സുകുമാരൻ ആകെ തകർന്നുപോയി. ബിനു ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ആകെ തകർന്ന് താഴേക്കിറങ്ങി വന്ന സുകുമാരനോട് ഒരാൾ വന്ന് കേസൊക്കെ ജയിച്ചല്ലോ, ചിലവുണ്ടെന്ന മട്ടിൽ പറഞ്ഞതും നീയൊക്കെ കൊണ്ടുപോയി തിന്നട എന്ന്
എന്ന് പറഞ്ഞ് നിയന്ത്രണം വിട്ട് സുകുമാരൻ സ്വർണം ആ വക്കീലിന് നേരെ വലിച്ചെറിഞ്ഞു. നിയന്ത്രണം വിട്ട അയാൾ വക്കീലന്മാരോട് ഓരോ ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. നിസ്സഹായനായ ആ മനുഷ്യൻ ശരവണന്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. കുറച്ച് സ്വർണം ശരവണന് കൊടുത്ത ശേഷം എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ അറിയില്ല സാറേ എന്ന് പറഞ്ഞായിരുന്നു ആ നിസ്സഹായനായ മനുഷ്യൻ കരഞ്ഞോണ്ടിരുന്നത്. ഇതൊക്കെ കണ്ട് ശരവണനാകെ വല്ലാതെ നിൽക്കുകയായിരുന്നു. ആ സമയം കറുപ്പുസ്വാമിയായ ശരവണനടുത്തേക്ക് ബേബി കണ്ണൻ കടന്നു വന്നു. ബേബി കണ്ണൻ പറഞ്ഞു, നേരായ വഴി കൂടി സ്വർണം വാങ്ങിക്കൊടുക്കാൻ നടന്നിട്ടിപ്പോ എന്തായി? ആ പെൺകുട്ടി മരിച്ചുപോയില്ലേ? ഞാനായിരുന്നെങ്കിൽ ഉറപ്പായും കൈക്കൂലിയെങ്കിലും കൊടുത്ത് എത്രയും വേഗം സ്വർണം വാങ്ങിക്കൊടുത്തേനെ. നിങ്ങളിങ്ങനെ നേരായ വഴി കൂടെ പോയിട്ടല്ലേ ഇങ്ങനൊക്കെ സംഭവിച്ചത്? ആ പെൺകുട്ടിയുടെ മരണത്തിന് കാരണം നിങ്ങൾ തന്നെയാ. ഇന്നലെ ആ ജഡ്ജിയുടെ വീട്ടിൽ വന്നപ്പോ ജഡ്ജിയെ വേണ്ട പോലെ കണ്ടിരുന്നെങ്കിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടന്നേനെ. ഇപ്പൊ മനസ്സിലായില്ലേ? ആദ്യം ഞാൻ വിചാരിച്ചു ഞാൻ ദൈവത്തെ വെല്ലുവിളിക്കുകയാണെന്ന്. പക്ഷേ എന്റെ സിസ്റ്റം, ഈ കോടതി അതെന്നെ ചതിച്ചില്ല. ആ വെല്ലുവിളിയിൽ വിജയിച്ച രീതിയിൽ ബേബി കണ്ണൻ അവിടെ നിന്ന് പോയി. അതേസമയം താൻ കാരണം ഒരു പെൺകുട്ടി മരിച്ചോ എന്ന രീതിയിലായിരുന്നു കറുപ്പുസ്വാമി നിന്നത്. വല്ലാത്തൊരവസ്ഥയിൽ കറുപ്പുസ്വാമി അവിടെ തുടർന്നു. സമയം സന്ധ്യയോടെ അടുത്തപ്പോ കോടതിയുടെ ആ പരിസരത്തേക്ക് കൺമണി എന്ന ആ സ്ത്രീ കടന്നു വന്നു. മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട പീഡന കേസ് കൊടുത്ത ശേഷം എല്ലാം കൊണ്ടും എല്ലാവരാലും തഴയപ്പെട്ട ആ സ്ത്രീ ബേബി കണ്ണിന്റെ ആളായ ഗുണ്ടയാണ് ആ കേസ് വാദിക്കുന്നത്. അത് മറ്റൊരു വക്കീലിന് കൊടുക്കാൻ കൈമാറ്റം ചെയ്യാൻ കേസ് ഫയലുകൾ തരാൻ പറഞ്ഞിട്ടും അയാളത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ ഒരു കാര്യം ചെയ്തു. കേസ് ഫയൽ ചുവന്ന തൂവാലയിൽ കെട്ടി താഴേക്കിട്ടു. എന്നിട്ട് കൈകൊട്ടി അവിടെയുള്ള വക്കീലന്മാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. ആർക്ക് വേണമെങ്കിലും ഇത് എടുക്കാമെന്ന് പറഞ്ഞു. ശേഷം കൺമണിക്ക് നേരെ നോക്കിക്കൊണ്ടറിയിച്ചു, ആരെങ്കിലും വന്ന് ഈ കേസ് കെട്ടെടുത്ത കേസ് ഞാൻ അയാൾക്ക് കൊടുത്തോളാം. പക്ഷേ ബേബി കണ്ണനെയും അയാളെയും ഒക്കെ ഭയന്ന് ആരും ആ കേസ് കെട്ട് അതുവരെ എടുക്കില്ലായിരുന്നു. മുമ്പും ഇതുപോലെ നടന്നിട്ടുള്ളതാണ്. നിസ്സഹായിയായി കൺമണി നിൽക്കുമ്പോ ഇതൊക്കെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന ശരവണൻ അഥവാ കറുപ്പുസ്വാമി എഴുന്നേറ്റ് വന്നു. ആ കേസ് കെട്ടെടുത്തു. ഏവരും ഞെട്ടലോടെ അത് നോക്കി. അതോടെ ഗുണ്ടകൾ ശരവണനെ ആക്രമിക്കാൻ എത്തി. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ അവരൊക്കെ എന്തെങ്കിലുമാണോ? അന്നവിടെ നടന്നത് ഒരു ദൈവിക താണ്ഡവമായിരുന്നു. തനിക്കെതിരെ വന്നവരെയൊക്കെ കറുപ്പുസ്വാമി ഇടിച്ചൊതുക്കി. കൺമണിയുടെ കേസ് കറുപ്പുസ്വാമി ഏറ്റെടുത്തല്ലോ. പക്ഷേ കറുപ്പുസ്വാമി അത് പ്രീതിക്കായിരുന്നു കൈമാറിയത്. പ്രീതിയുടെ സ്വപ്നത്തിൽ വന്ന് കറുപ്പുസ്വാമി സംസാരിച്ചു. പ്രീതിക്ക് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. കോടതി ആപ്പിൾ ഗൂഗിൾ പോലെ ഹൈടെക് ഓഫീസ് പോലെ ആകണം. അവിടെ ഒരാൾക്കും കള്ളം പറയാൻ പറ്റരുത്. എല്ലാം നീതിപൂർവം നടക്കണം. പിന്നാലെ പ്രീതി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. കൺമണിയുടെ കേസ് ഫയലുകൾ അടുത്തിരിക്കുന്നതും കറുപ്പുസ്വാമിയുടെ വിഗ്രഹവും പ്രീതി നോക്കിക്കണ്ടു. അങ്ങനെ പ്രീതി കൺമണിയുടെ കേസ് ഏറ്റെടുത്ത് കോടതിയിലെത്തി. പ്രീതി കേസ് നല്ല രീതിയിൽ വാദിക്കാൻ തുടങ്ങി. പക്ഷെ അതിന് കൗണ്ടറുമായി പതിവ് പോലെ ബേബി കണ്ണൻ എത്തിയിരുന്നു. പക്ഷേ അത്തവണ കോടതിയിൽ ഒരു മായാജാലം സംഭവിച്ചു. നുണ പറയുന്ന ബേബി കണ്ണന് നുണകൾ പറഞ്ഞ ശേഷം അത് തുടരാൻ പറ്റുന്നില്ല. സത്യങ്ങൾ വിളിച്ചു പറയേണ്ടി വരുന്നു. കറുപ്പുസ്വാമിയുടെ മായാജാലമായിരുന്നു അത്. പ്രീതി മുമ്പ് കോടതിയിൽ എല്ലാവരും സത്യം മാത്രം പറയുന്ന അവസ്ഥ വരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നല്ലോ, പറഞ്ഞിരുന്നല്ലോ. അത് നടക്കുകയായിരുന്നു. നുണ പറയാൻ കഴിയാതെ വന്നതോടെ സ്വയം സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതോടെ ബേബി കണ്ണന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. കൺമണിക്കെതിരെ കൊണ്ടുവന്ന തെളിവുകളെല്ലാം തന്നെ തങ്ങൾ വ്യാജമായി സൃഷ്ടിച്ചതാണ് എന്ന തരത്തിൽ ബേബി കണ്ണൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൺമണിയെ പീഡിപ്പിച്ചത് മന്ത്രി തന്നെയാണെന്നും അയാൾക്ക് കാലിന് സ്റ്റെപ്പുകൾ കയറാൻ ഒരു കുഴപ്പമില്ലെന്നും അയാൾ ജഡ്ജിക്ക് തരാൻ എനിക്ക് കൈക്കൂലി ഏൽപ്പിച്ചിട്ടുണ്ടെന്നും കൺമണിക്കെതിരെ പ്രസന്റ് ചെയ്ത വോയിസ് റെക്കോർഡ് ഫേക്കാണെന്നുമൊക്കെ സത്യങ്ങൾ ബേബി കണ്ണൻ വിളിച്ചു പറഞ്ഞുകൊണ്ടുമിരുന്നു. എന്തവിടെ നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പ്രീതിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ബേബി കണ്ണൻ നിയന്ത്രണമില്ലാതെ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് കണ്ട് ജഡ്ജി തന്നെ ബേബി കണ്ണനെ കോടതിയിൽ നിന്നും പുറത്താക്കി. അങ്ങനെ കോടതിയിൽ വക്കീലന്മാർക്ക് കള്ളം പറയാൻ കഴിയാതായി. അതോടെ കേസുകളുടെ രീതിയും മാറി തുടങ്ങി. പക്ഷേ പിന്നീടാണ് പ്രീതിയിൽ നിന്നും പെൻഡിംഗ് ആയി 27,000 കേസുകളുണ്ടെന്നും അത് തീരാൻ തന്നെ 150 കൊല്ലത്തോളം എടുക്കുമെന്നും വേട്ടയ്ക്കറുപ്പ് മനസ്സിലാക്കുന്നത്. അതോടെ കറുപ്പുസ്വാമി പുതുതായി ഒരു കേസും തന്റെ അടുത്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നീക്കങ്ങൾ ആരംഭിച്ചു. അവിടെ നടക്കാൻ പോകുന്ന ഓരോ കേസും കറുപ്പുസ്വാമി നേരിട്ട് തടഞ്ഞു. പ്രശ്നങ്ങളില്ലാത്ത സമാധാനം നിലനിൽക്കുന്ന ഒരു ഇടമാക്കി കറുപ്പുസ്വാമിയുടെ ഏരിയയെ മാറ്റി. അതോടെ കോടതിയിലേക്ക് പുതിയ കേസുകൾ ഒന്നും തന്നെ വരാതായി. വക്കീലന്മാർ കേസില്ലാതെ ആകപ്പെട്ടു. പഴയ കേസുകൾ ആകട്ടെ വേഗത്തിൽ തീരാനും ആരംഭിച്ചു. നടക്കുന്ന കാര്യങ്ങളൊക്കെ കറുപ്പുസ്വാമിയുടെ പ്രവൃത്തിയാണെന്ന് ബേബി കണ്ണന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ വഷളായി. കോടതിയിൽ വെച്ച് ബേബി കണ്ണൻ ജഡ്ജിക്കെതിരെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതോടെ
അതോടെ ജഡ്ജിക്കെതിരായി അന്വേഷണം വന്നു. ദേഷ്യം വന്ന ജഡ്ജി ബേബി കണ്ണനെ കൊല്ലണമെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി കുറച്ചുപേരെ ഏർപ്പാടാക്കി. സ്റ്റോൺ ബ്രദേഴ്സ് ആയിരുന്നു അത്. ഒരു ദിവസം ബേബി കണ്ണൻ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി വരുന്ന സമയം പെട്ടെന്ന് തന്നെ ഒരു ലോറി വന്ന് ബേബി കണ്ണന്റെ വണ്ടി ഇടിച്ചു തെറിപ്പിച്ചു. അത് സ്റ്റോൺ ബ്രദേഴ്സിന്റെ പണിയായിരുന്നു. ജഡ്ജി പറഞ്ഞിട്ട് ബേബി കണ്ണനെ കൊല്ലാൻ എത്തിയിരിക്കുകയാണ്. ബേബി കണ്ണന്റെ വണ്ടി ഇടിച്ചു തെറിച്ച് വീണിരുന്നതാകട്ടെ അവിടെ ഉണ്ടായിരുന്ന കറുപ്പസ്വാമിയുടെ അതിർത്തി പ്രദേശത്തിന്റെ അകത്തേക്കായിരുന്നു. കൃത്യമായി അതിർത്തിക്കകത്ത് ബേബി കണ്ണൻ വീണു. പുറത്താണ് കൊല്ലാൻ വന്ന സംഘം നിൽക്കുന്നത്. പക്ഷേ അതിർത്തിക്കകത്തെ കവർ മാറുന്നതും അവരുടെ സ്വഭാവം തന്നെ മാറുന്നു. ഞങ്ങൾ എന്തിനാ സാറിനെ കൊല്ലാൻ ശ്രമിക്കുന്നേ എന്ന തരത്തിലൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ അതിർത്തി വിട്ട് പുറത്തു കടന്നാലോ അവരുടെ സ്വഭാവം വീണ്ടും മാറും. അവനെ നമുക്ക് കൊല്ലണം, ജഡ്ജി കൊട്ടേഷൻ തന്നതാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബേബി കണ്ണൻ ഇത് നോക്കി നിന്നപ്പോ ബേബി കണ്ണൻ ഒരു കാര്യം മനസ്സിലായി. കറുപ്പസ്വാമിയുടെ ശക്തിക്ക് ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് അത് നീളില്ല. ബേബി കണ്ണൻ അത് പരീക്ഷിച്ചു നോക്കുകയും ചെയ്തു. അതോടെ തന്റെ തോന്നൽ സത്യമാണെന്ന് ബേബി കണ്ണന് മനസ്സിലായി. അപ്പോഴാണ് ബേബി കണ്ണൻ ഒരു കാര്യം ചിന്തിക്കുന്നത്. വേട്ടൈക്കറുപ്പ് അഥവാ കറുപ്പസ്വാമി 7 വെൽസിന്റെ മാത്രം ഗാർഡിയനാണ്. അതിന് പുറത്ത് വേട്ടൈക്കറുപ്പിന് ഒരു പക്ഷേ ശക്തി ഉണ്ടാവില്ല. മറ്റൊരിടത്ത് മറ്റൊരു ദൈവത്തിനായിരിക്കും ശക്തി ഉണ്ടാവുക. അതുകൊണ്ട് കോടതിയിരിക്കുന്ന സ്ഥലം കറുപ്പസ്വാമിയുടെ പരിധിയിലുള്ള ഇടത്തിൽ നിന്ന് മാറ്റിയാൽ കറുപ്പസ്വാമിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബേബി കണ്ണൻ കാര്യങ്ങൾ ജഡ്ജിയെ ബോധ്യപ്പെടുത്താൻ അവിടെ നടന്ന കാര്യങ്ങൾ, തന്നെ കൊല്ലാമെന്നവരുടെ പെരുമാറ്റമൊക്കെ വീഡിയോ ആയിട്ടെടുത്തു. അത് കൊണ്ടുവന്ന് ജഡ്ജിയെ കാണിച്ചു. ഇതിനൊക്കെ പിന്നിൽ മറ്റൊരാളുണ്ട് എന്ന കാര്യം തെളിയിച്ചു. പിന്നാലെ അത് നേരിട്ട് കാണിക്കാൻ ജഡ്ജിയുമായി ബേബി കണ്ണൻ പോയി. സ്റ്റോൺ ബ്രദേഴ്സിനെ പ്രീതിയെ കൊല്ലാൻ ഏർപ്പാടാക്കിയിരുന്നു. പ്രീതി കാറിൽ വരുന്ന സമയത്ത് പ്രീതിയുടെ കാറിൽ കറുപ്പസ്വാമി ഉണ്ടായിരുന്നു. ബേബി കണ്ണൻ പ്രീതിയെ ഫോളോ ചെയ്യണം എന്ന് സ്റ്റോൺ ബ്രദേഴ്സിനോട് പറഞ്ഞിരുന്നു. പ്രീതിയും കറുപ്പസ്വാമിയും കാറിൽ വരുന്ന സമയം സ്റ്റോൺ ബ്രദേഴ്സ് അവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. ക്യാമറ വഴി ബേബി കണ്ണനും ജഡ്ജിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് പ്രീതിയാണെങ്കിലോ കാറ് പകുതി വഴിക്ക് സ്റ്റോപ്പ് ചെയ്ത് വാടാ എന്ന് പറഞ്ഞ് സ്റ്റോൺ ബ്രദേഴ്സിനെ വെല്ലുവിളിച്ചു. അപ്പോഴാണ് കാറിലിരുന്ന കറുപ്പസ്വാമി എനിക്കിവിടെ ശക്തിയില്ല, എന്റെ സ്ഥലം എത്തിയാൽ മാത്രമേ എനിക്ക് ശക്തി കിട്ടൂ എന്ന് പറഞ്ഞത്. ദാ ആ അതിർത്തി കണ്ടില്ലേ, അത് കഴിയണം എനിക്ക് ശക്തി വരാൻ എന്ന് കറുപ്പസ്വാമി പറഞ്ഞു. പേടിച്ചുപോയ പ്രീതിയാകട്ടെ വേഗം കാറെടുത്ത് ആ ബോർഡർ കടക്കാനും ശ്രമിച്ചു. അതേസമയമായിരുന്നു ആ ബോർഡർ കടക്കാൻ സമ്മതിക്കരുതെന്ന് ബേബി കണ്ണൻ പറഞ്ഞത്. സ്റ്റോൺ ബ്രദേഴ്സ് അവരെ തടയാൻ നോക്കിയെങ്കിലും കഷ്ടപ്പെട്ട് പ്രീതി ആ ബോർഡർ താണ്ടി. അതേസമയം തന്റെ ഇടത്തെത്തിയതും പൂർണ്ണമായി ശക്തി കിട്ടിയ കറുപ്പസ്വാമി കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. ശക്തി കൊണ്ട് തന്റെ കയ്യിൽ വലിയൊരു വാൾ വരുത്തി. അത് വെച്ച് സ്റ്റോൺ ബ്രദേഴ്സ് വരുന്ന വണ്ടിയെ രണ്ടായി മുറിച്ചു കളയുക കൂടി ചെയ്തു. ഇത് കണ്ട് ജഡ്ജിയും ബേബി കണ്ണനും പ്രീതിയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ജഡ്ജിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അതോടെ ബേബി കണ്ണനും ജഡ്ജിയും ഒരിടത്ത് പോയി നിന്ന് സംസാരിച്ചു. പക്ഷേ വലിയ ദൈവഭക്തിയൊക്കെ ഉണ്ടായിരുന്ന ജഡ്ജിക്ക് ദൈവത്തോട് പോരാടാൻ ഭയമായിരുന്നു. അതുകൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു മാറാൻ ജഡ്ജി ശ്രമിച്ചു. താൻ ട്രാൻസ്ഫർ വാങ്ങി വേറെ കോടതിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അയാൾ ഭയന്നു നിൽക്കുകയാണ്. പക്ഷെ ബേബി കണ്ണനാകട്ടെ കോടതി നമുക്ക് അവിടെ നിന്ന് മാറ്റിയാൽ മതി എന്ന തരത്തിലാണ് ജഡ്ജിനോട് പറയുന്നത്. കറുപ്പസ്വാമിയുടെ ശക്തിയില്ലാത്ത സ്ഥലത്ത് കോടതി സ്ഥാപിക്കാം എന്നൊക്കെ ബേബി കണ്ണൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും എളുപ്പത്തിൽ നടക്കില്ലെന്നും തന്റെ ചേംബറിന്റെ മുകളിലെ പൊട്ടല് നന്നാക്കാൻ തന്നെ താൻ പറഞ്ഞിട്ട് നടന്നിട്ടില്ല എന്നായിരുന്നു ജഡ്ജി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ബേബി കണ്ണൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ആ പഴയ കോടതി കെട്ടിടം തന്റെ കൂട്ടാളികളെ ഉപയോഗിച്ച് ബേബി കണ്ണൻ നശിപ്പിച്ചു. അവിടെ ഇലക്ട്രിസിറ്റി വഴി ഫയറും ഉണ്ടാക്കി. അതേസമയം ജഡ്ജി ഇരുന്ന റൂമിലുണ്ടായിരുന്ന ഭിത്തിയിടിഞ്ഞു വീണ് ജഡ്ജി മരണപ്പെട്ടു. പക്ഷെ ഒരു കാര്യം അപ്പോഴാണ് വെളിപ്പെടുന്നത്. സത്യത്തിൽ ജഡ്ജിയെ കൊന്നത് ബേബി കണ്ണനായിരുന്നു. തലേദിവസം ജഡ്ജിയുമായി ചർച്ച നടത്തിയപ്പോ ജഡ്ജി ബേബി കണ്ണന്റെ പ്ലാനിനൊന്നും കൂട്ടുനിന്നില്ല. അതുകൊണ്ട് ബേബി കണ്ണൻ തന്നെ ജഡ്ജിയെ കൊന്നു തള്ളുകയായിരുന്നു. എന്നിട്ട് കോടതിയിൽ കൊണ്ടുവന്നിട്ട് കോടതി ഇടിഞ്ഞു പൊളിഞ്ഞു വീണപ്പോ ജഡ്ജി കൊല്ലപ്പെട്ടതാണെന്ന് വരുത്തി തീർത്തു. പിന്നാലെ വക്കീലന്മാരെയൊക്കെ ചേർത്ത് വലിയ പ്രതിഷേധം ആരംഭിച്ചു. അത് ജനങ്ങളും ഏറ്റെടുത്തു. അങ്ങനെ അടുത്തുള്ള നാട്ടിലേക്ക് കോടതി മാറ്റുകയാണ്. ബേബി കണ്ണൻ അതോടെ സമാധാനമായി. കറുപ്പസ്വാമിയുടെ ശല്യം ഇനി ഉണ്ടാകില്ലല്ലോ, കറുപ്പസ്വാമിനെ അവിടെ കൺട്രോൾ ചെയ്യില്ലല്ലോ, അതാണ് ബേബി കണ്ണൻ ചിന്തിച്ചത്. അങ്ങനെ പുതിയ കോടതിയിലേക്ക് പുതിയ ജഡ്ജി എത്തി. അവിടെ ആദ്യമായി പരിഗണിക്കുന്നതാകട്ടെ കൺമണിയുടെ കേസുമായിരുന്നു. ബേബി കണ്ണൻ തനിക്ക് പറയാനുള്ള ആർഗ്യുമെന്റ്സ് എല്ലാം സ്റ്റേറ്റ്മെന്റ് ആക്കി ജഡ്ജിക്ക് കൊടുത്തു. പ്രധാന പോയിന്റ് 5ാമത്തെ പേജിലുണ്ടെന്ന് പറഞ്ഞു. പ്രീതിയും അത്തവണ അതുപോലെ തന്നെ ആയിരുന്നു ചെയ്തത്. തനിക്ക് പറയാനുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ ജഡ്ജിക്ക് കൈമാറി. പ്രധാന പോയിന്റ് 6ാമത്തെ പേജിലാണുള്ളത് എന്നായിരുന്നു പ്രീതി പറഞ്ഞത്. പ്രീതിയുടെ സ്റ്റേറ്റ്മെന്റിൽ 6ാമത്തെ പേജിലെത്തിയ ജഡ്ജി അത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വിയർക്കാനും തുടങ്ങി. പിന്നാലെ വെള്ളവും എടുത്തു കുടിച്ചു. പിന്നാലെ ജഡ്ജി വിധി പ്രഖ്യാപിച്ചു. കൺമണിക്ക് അനുകൂലമായിരുന്നു വിധി വന്നത്. മന്ത്രിയെ കുറ്റക്കാരനാക്കുകയും നഷ്ടപരിഹാരം കൺമണിക്ക് വേണ്ടി വിധിക്കുകയും ചെയ്തു. 3 വർഷം കഠിന തടവിന് മന്ത്രിക്ക് ശിക്ഷയും കൊടുത്തു. പക്ഷേ ബേബി
കണ്ണന് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായതേയില്ല. സത്യത്തിൽ ആ 6ാമത്തെ പേജിൽ ജഡ്ജി നോക്കിയപ്പോ കണ്ടത് കറുപ്പുസ്വാമിയുടെ അരിവാളായിരുന്നു. കറുപ്പുസ്വാമി നീതി നിർവഹിച്ചില്ലെങ്കിൽ പണി കൊടുക്കുമെന്ന സൂചന. അത് കണ്ട് ഭയപ്പെട്ടാണ് ജഡ്ജി ആ വിധി വിധിച്ചത്. നീതി കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു കൺമണി. ബേബി കണ്ണനാകട്ടെ ആകെ ടെൻഷനിലും തന്റെ സാമ്രാജ്യം തകർന്നു വീഴുകയാണല്ലോ എന്ന പരിഭ്രാന്തിയായിരുന്നു അയാൾക്ക്. ബേബി കണ്ണൻ കറുപ്പുസ്വാമിയുടെ അടുത്തേക്ക് പോയി. അവിടെയും കറുപ്പുസ്വാമിയുടെ വലിയൊരമ്പലം സ്ഥാപിക്കപ്പെട്ടിരുന്നു. അത് കറുപ്പുസ്വാമിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടന്നത്. പക്ഷേ അവിടുള്ളത് വേട്ടൈ കറുപ്പല്ല, കാവൽ കറുപ്പാണെന്നും വേട്ടൈ കറുപ്പിനേക്കാൾ ഭീകരനാണ് കാവൽ കറുപ്പ് എന്നുമായിരുന്നു പൂജാരി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ്സ് ഒക്കെ ഭയപ്പെട്ട് സത്യസന്ധമായ രീതിയിൽ മാത്രം ജോലി ചെയ്യാൻ തുടങ്ങി. ബേബി കണ്ണന് പക്ഷെ അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. നിരാശയോടെ അവൻ നടന്നു നീങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് കറുപ്പുസ്വാമി വരുന്നത്. കറുപ്പുസ്വാമിയോട് ബേബി കണ്ണൻ പറഞ്ഞു, ഈ അതിർത്തിക്കുള്ളിൽ സ്വാമിക്ക് ശക്തിയില്ലെന്ന് എനിക്കറിയാം. ഇത് പക്ഷേ ഇവിടെയുള്ള മറ്റുള്ളവരും അറിഞ്ഞാലോ? എത്ര നാൾ ഈ ഭയം കാണിച്ച് ഇവരെയൊക്കെ പറ്റിക്കാൻ പറ്റും? പക്ഷെ കറുപ്പുസ്വാമി പറഞ്ഞു, ശരിയാടാ, ഇതെന്റെ ഇടമൊന്നുമല്ല. പക്ഷേ ഈ ഇടത്തിന്റെ പവറും ഇത് വെച്ച് അവർക്കെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നവർ തിരിച്ചറിഞ്ഞാൽ തന്നെ പിന്നെ അവരെ ഭയപ്പെടുത്തേണ്ട കാര്യമേ ഉണ്ടാവില്ല. എല്ലാം കൃത്യമായി അവർ തന്നെ ചെയ്തോളും. പിന്നെ നിന്റെ അച്ഛൻ വന്നാലും ഒന്നും മാറ്റാൻ പറ്റില്ല. കാരണം ഹോണസ്റ്റിയും ഒരു അഡിക്ഷനാണ്. ശീലമായ അതൊരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോകും. പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. തെറ്റൊക്കെ തിരുത്തി ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്ക്. നിനക്കൊരു അവസരവും കൂടി തരാം. ഇല്ലെങ്കിൽ നിന്നെയും കൊന്നുതള്ളും. കറുപ്പസ്വാമി അതും പറഞ്ഞു പോയി. അതിന് പുറകെയായിരുന്നു പുതിയ കോടതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത്. ആ ഫംഗ്ഷനിൽ എല്ലാവരും എത്തിച്ചേർന്നിരുന്നു. നീതിയോടെ അവരും പ്രവർത്തിക്കുന്നത് കൊണ്ട് അത്തരത്തിൽ എല്ലാവരും സന്തോഷത്തിലുമായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ബേബി കണ്ണൻ തന്റെ ഗുണ്ടകളുമായി കടന്നു വന്നത്. അവിടെ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഞാൻ ഇത്രയും പ്രശ്നമുണ്ടാക്കിയല്ലോ, എന്നിട്ട് രക്ഷിക്കാൻ ഒരു സ്വാമിയും വന്നില്ലല്ലോ. അങ്ങനാണെങ്കിൽ സ്വാമി വരുന്നവരെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ? അതും പറഞ്ഞ ബേബി കണ്ണൻ തന്റെ ആളുകളെ വെച്ച് അവിടെയുള്ളവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. പിന്നാലെ അവിടെ നിന്നിരുന്ന പ്രീതിക്ക് നേരെ വെടിയുതിർത്തു. എവിടെ നിന്റെ സ്വാമിയിടി എന്നും ചോദിച്ചായിരുന്നു അത്. അപ്പോഴാണ് അങ്ങോട്ടേക്കൊരു ജീപ്പ് പാഞ്ഞു വന്നത്. ഒരു തകട് വന്ന് ആ വെടിയുണ്ടയുടെ ദിശ തിരിച്ചു. ജീപ്പിൽ നിന്ന് പോലീസ് യൂണിഫോം ധരിച്ച ഒരാൾ ചാടിയിറങ്ങി. ദുരൈ സിംഗം. പക്ഷെ ആ പേരിൽ അവിടെ എത്തിച്ചേർന്നിരുന്നത് ആ ഇടത്തിന്റെ ദൈവമായ കാവൽ കറുപ്പായിരുന്നു. കാവൽ കറുപ്പ് അവിടെയുണ്ടായിരുന്ന ഗുണ്ടകളെയും ബേബി കണ്ണനെയും മടിച്ചൊതുക്കി. ഒടുവിൽ താൻ സൃഷ്ടിച്ച മായാലോകത്ത് വെച്ച് താണ്ഡവത്തിനു ശേഷം ബേബി കണ്ണന്റെ തല വെട്ടി മാറ്റി. അവിടെ ഉണ്ടായിരുന്ന ഏവർക്കും നീതി നടപ്പാക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെ പറ്റിച്ചൊല്ലി വാണിംഗും നൽകി. പിന്നീട് കോടതി നല്ല രീതിയിൽ നീതിപൂർവമായിട്ട് നടന്നു. അവിടെ എത്തിയിരുന്ന എല്ലാ പെൻഡിംഗ് കേസുകളും പൂർത്തിയായി. എല്ലാവർക്കും നീതി ലഭിച്ചു. സന്തോഷത്തോടെ പ്രീതി കഫയിലിരിക്കുമ്പോ അവിടെ സ്വസ്ഥമായി വന്നിരുന്ന പഴയ സുകുമാരനും ബിനുവും ബിരിയാണി കഴിക്കുന്ന പോലെ അവളുടെ മനസ്സിൽ തോന്നി. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. കഥാവസാനത്തിൽ ഒരു ടൈലന്റ് ഉണ്ട്. ദുർനടപ്പുകാരനായ രാഷ്ട്രീയക്കാരൻ UKGക്കെതിരെ കറുപ്പസ്വാമി രാഷ്ട്രീയത്തിൽ പൊരുതാനെത്തുന്നു. അടുത്ത ഭാഗത്തിന് തുടക്കം കുറിച്ച് ചലച്ചിത്രം അവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.